സൺഡേ ദിവസം മോളിലെ പാർക്കിംഗ് എപ്പോഴും ഹൗസ്ഫുൾ ആണ്. ഞാനിപ്പോ എവിടെ കൊണ്ടുപോയി എന്റെ ഈ കാർ പാർക്ക് ചെയ്യും? ആ കാണുന്ന എംപ്റ്റി പ്ലേസിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തേക്കാം. കാർ ഒരുവിധം ഞാൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കാറിൽ നിന്ന് എങ്ങനെയാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്? തൊട്ടടുത്ത് നിൽക്കുന്ന കാറിന്റെ വിൻഡോ തുറന്നാണ് ഇരിക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം, അതുവഴി ഇവിടുന്ന് പുറത്തേക്ക് പോവാലോ. കലുക്കി മേയർ കലുക്കി, എന്ത് ഉഗ്രൻ പ്ലാനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? മമ്മി, ഞാൻ കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മേയർ. റാങ്കോ വിരിച്ചു വെച്ച വലയിൽ നിങ്ങൾ ശരിക്കും വന്ന് കുടുങ്ങിപ്പോയി. ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. റാങ്കോ എല്ലാം പ്രീ പ്ലാൻ ചെയ്തിരിക്കും. പെട്ടെന്ന് വരും, പെട്ടെന്ന് അങ്ങ് പോകും. തവട തവട തവട. ഓഹോ, നീ എന്തിനാ നടുക്ക് നിർത്തിയത് കീക്കോ? ഒരെണ്ണം കൂടി ജമ്പ് ചെയ്തിരുന്നെങ്കിൽ, ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ നിനക്ക് റീച്ച് ചെയ്യാമായിരുന്നു സെഞ്ചുറി. ടോട്ടലി 100 ജമ്പ് ആകുമായിരുന്നു. ഒരൽപ്പം ബ്രെഡ് ചെറീസ് കഴിച്ചോട്ടെ. ഞാൻ നടുക്ക് നിർത്താൻ കാരണം R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ അടുത്തെവിടെയോ എന്തോ അപകടമുണ്ട്. സെഞ്ചുറിയെക്കാളും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. പ്ലീസ് എന്നെ വിട്ടേക്കൂ. അതിനു പകരം ഞാൻ നിനക്ക് എന്റെ പിക്കി ബാങ്കിൽ നിന്നും എത്ര കാശ് വേണമെങ്കിലും തരാൻ തയ്യാറാണ്. എന്നെ വിട്ടേക്കൂ. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ മേരങ്കിളിനെ ആരോ കിഡ്നാപ്പ്. എന്റെ ദൈവമേ, ആരാ മേരങ്ങളെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്നത്? ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഏതൊരാളെയും കിഡ്നാപ്പ് ചെയ്യുന്നത് തെറ്റാണ്. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്നോ തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കിട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആരോ നമ്മുടെ മേരങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാണ്. വേഗം ചെല്ല്. ഡോണ്ട് വറി കീക്കോ, നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. കാരണം നമ്മൾ എപ്പോഴും റൈറ്റിനാണ് ഫൈറ്റ് ചെയ്യുന്നത്. സൂപ്പർ സ്പീഡോ, ആ കാർ വളരെ സ്പീഡായിട്ട് പോവാണ്. ജെറ്റ് സ്പീഡ്. ഓക്കേ കിക്കോ. ദേ പോകുന്നു ആ കാറ്. മേരങ്ങളുടെ കാൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. ഫോർമുല നമ്പർ 66. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 66. ആ കാറിന്റെ ഡ്രൈവർക്ക് ബ്രേക്ക് ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇത് മേയറങ്കിളിനെ പോലെയുള്ള ഒരു പാവയാണല്ലോ. എന്നുവെച്ചാൽ ഇത്രയും നേരം അവൻ മനഃപൂർവ്വം നമ്മളെ കളിപ്പിക്കുകയായിരുന്നല്ലേ? യെസ് കീഗോ, ഇത് എന്നെ പോലെ ഓട്ടോമാറ്റിക്കായി ഓടുന്ന സ്മാർട്ട് കാറാണ്. അതിന്റെ കൺസോൾ കണ്ടോ, അത് ഓട്ടോമാറ്റിക് മോഡിലാണ് ഉള്ളത്. അത് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മേയറങ്കിൾ എവിടെയാ ഉള്ളത്? ഈ ഫോണിലേക്ക് ആരോ കോൾ ചെയ്യുന്നുണ്ട്. കോൾ റിസീവ് ചെയ്യൂ കീക്കോ. ഹലോ കിക്കോ,
എന്റെ പേര് ഫ്രാങ്കോ. ഇപ്പോൾ സൺസിറ്റിയിലെ മേയർ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. വേറൊരു കാറിന്റെ പുറകെ നിന്നെ ഓടിപ്പിച്ചിട്ട് ഞാൻ നിന്നെ മണ്ടനാക്കിയിരിക്കുകയാണ്. ഫ്രാങ്കോ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറന്നങ്ങ് പോകും. തബടാക് തബടാക് തബടാക്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഫ്രാങ്കോ. മേയറിനെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങൾ വളരെ വലിയ തെറ്റാ ചെയ്ത്. അദ്ദേഹത്തെ വിട്ടയച്ചിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്ക്. ഒരക്ഷരം മിണ്ടി പോകരുത്. ഞാൻ പറയുന്നത് നീ ഇപ്പൊ കേൾക്കണം. ആ മൊബൈലിന്റെ കൂടെ നിനക്കൊരു മാപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് നിന്റെ മേയറിനെ ജീവനോടെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ മാപ്പ് ഫോളോ ചെയ്ത് ലാസ്റ്റ് പോയിന്റിലേക്ക് വാ. അവിടെ ക്രോസിന്റെ ഒരു അടയാളം ഉണ്ടാവും. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. എന്താ മനസ്സിലായില്ലേ? കീക്കോ, നമുക്കിവിടെ അടുത്തെവിടെയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. മേയറിന് ഒരു പക്ഷെ അവൻ ഇവിടെ എവിടെയെങ്കിലും മറച്ചു വെച്ച് കാണും. ഇല്ല സൂപ്പർ സ്പീഡോ, മേയറിനെ ആ കിഡ്നാപ്പർ വേറെ എവിടെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ പുറകിൽ നിന്ന് ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഫ്രാങ്കോ കീക്കോയെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമുണ്ടല്ലോ, അതൊറ്റ വാക്കിൽ പറയണെങ്കിൽ ബ്ലാക്ക്മെയിൽ. ഈ ബ്ലാക്ക്മെയിൽ എന്ന് വെച്ചാൽ എന്താണ്? മേയറിനെ വിട്ടയക്കുന്നതിന് പകരം അവൻ നമ്മളെ കൊണ്ട് മറ്റൊരു തെറ്റായ കാര്യം ചെയ്യിക്കുക. അതിനെയാണ് ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്നത്. ഓ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇത് ഏത് സ്ഥലത്തിന്റെ മാപ്പാ? രണ്ട് വാക്കിൽ പറയുകയാണെങ്കിൽ വെരി കൺഫ്യൂസിംഗ്. സാധാരണ കൺഫ്യൂസിംഗ് അല്ല, വെരി വെരി കൺഫ്യൂസിംഗ്. വെരി 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 കൺഫ്യൂസിംഗ്. പണ്ടൊക്കെ കള്ളന്മാര് പതുങ്ങിയിരുന്നായിരുന്നു കളിക്കാറ്, പക്ഷെ ഇപ്പൊ കഥ മാറിയിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ഈ മാപ്പിൽ കാണുന്ന അടയാളമില്ലേ, അവിടെ 100 വർഷം പഴക്കമുള്ള ഒരു ഗുഹയുണ്ട്. അത് ഭയങ്കര മിസ്റ്റീരിയസുമാണ്, അതുപോലെ ഡേഞ്ചറസുമാണ്. ഇൻഫർമേഷൻ ശരിയാണ് കീക്കോ. ഇന്റർനെറ്റിൽ എഴുതിയിരിക്കുന്നത് ആ കേബിനകത്ത് ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ 4 കോസ്റ്റ്ലി ആയ ശില്പങ്ങൾ ഉണ്ടെന്നാണ്. നമ്മളെ കൊണ്ട് ആ ശില്പങ്ങൾ പുറത്തെടുക്കാനാണ് ഫ്രാങ്കോയുടെ ഐഡിയ. അതത്ര ഈസി അല്ല കീക്കോ. കാരണം ഗുഹയ്ക്ക് ചെന്നെത്തണമെങ്കിൽ ജക്കൂബായ് ട്രൈബുള്ള ആ കാട് കടന്നെത്തണം. ആ ശില്പങ്ങൾ തേടി ഇതുവരെ അങ്ങോട്ട് പോയ ആൾക്കാരും ഇന്ന് വരെ സത്യത്തിൽ തിരിച്ചെത്തിയിട്ടില്ല. ഈ സക്കുബ ട്രൈബ് എന്ന് വെച്ചാൽ എന്താ? സക്കുബ ട്രൈബിലുള്ള ആളുകൾ മനുഷ്യർ തന്നെയാണ്, പക്ഷെ അവരിപ്പോഴും സ്റ്റോൺ ഏജിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അവര് ഭയങ്കര ഡേഞ്ചറസാ. കറക്റ്റ്. അവരുടെ കാട്ടിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്നെത്തുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടമല്ല. ആ സെക്കുബായ് ട്രൈബാണ് ആ ഗുഹയെ സംരക്ഷിക്കുന്നത്. അതിൽ എന്തൊക്കെ ആപത്തുണ്ടെങ്കിലും ശരി, മേയറിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാളും ആ റിസ്ക് എടുത്തേ പറ്റൂ. നിങ്ങൾ രണ്ടാളും മാത്രമല്ല, നമ്മൾ എല്ലാരും റിസ്ക് എടുക്കണം. അപകടമുള്ള സമയത്ത് ഫ്രണ്ട്സിനെ തനിച്ചാക്കി പോയാൽ 3 വേർഡ്സിൽ പറയണമെന്നുണ്ടെങ്കിൽ വെരി വെരി റോങ്. അയ്യോ, നീ പറഞ്ഞത് വളരെ ശരിയാണ് ടിങ്കിൾ. മേയറെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ടതാണ് മക്കളെ. കിക്കോ, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പ്ലാൻ എന്താണെന്ന് നീ ഇപ്പൊ മനസ്സിലാക്കി കാണും. ആ മാപ്പിൽ ഒരു മാർക്കിംഗ് ഉണ്ടാവും. അവിടെ ഒരു മിസ്റ്റീരിയസ് കേവ് ഉണ്ട്. എനിക്ക് ആ കേവിനകത്തുള്ള 4 ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളും വേണം. കുറച്ച് സമയത്തിനുള്ളിൽ എന്റെ സഹോദരൻ ഹെൻകോ അവിടെ എത്തിച്ചേരും. അവൻ നിങ്ങളെയും കൊണ്ട് മിഷനിലേക്ക് ഇറങ്ങും. ശില്പങ്ങൾ കണ്ടെടുക്കുന്നത് വരെ അവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നീ ആ ശില്പങ്ങൾ കണ്ടെത്തി ഹെൻകോയുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ ഞാനും സൺസിറ്റിയിലെ മേയറെ അങ്ങ് വിട്ടയക്കും. പറയൂ, ഡീൽ ഓക്കേ ആണോ? സമ്മതമാണ്. പക്ഷേ ഈ മിഷനിൽ എന്റെ ഫ്രണ്ട്സും എന്നോടൊപ്പം വരുന്നതാണ്. എന്തിനാ കൂട്ടുകാരെ മാത്രം വിളിച്ചോണ്ട് വന്ന് ടോട്ടൽ സൺസിറ്റിയും അങ്ങ് വിളിച്ചോണ്ട് പോയിക്കോ. എനിക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. ഫ്രാങ്ക് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അത് സാധിച്ചിരിക്കും. തബടക് തബടക് തബടക്. ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ R7ലേക്ക് തിരിച്ചു പോയിക്കോ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ, വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. എന്റെ ദൈവമേ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. ഞാനൊരല്പം കഴിച്ചോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒരു ലൈനായിട്ട് എന്റെ പുറകെ വന്നോളൂ. എന്ത് അപകടമുണ്ടായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ വാർണിംഗ് തരും.
ഇവരെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ജിങ്കലാല ഓയ്സ ഓയ്സ. സൂപ്പർ സ്പീഡോയെ വിളിച്ചിട്ട് ഇവിടുന്ന് എനിക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഇവരുടെ രാജാവിനെ ഒന്ന് കാണണല്ലോ. അത്യാവശ്യം വരുമ്പോൾ സൂപ്പർ സ്പീഡോയെ വിളിക്കാം. ക്ഷണിക്കാതെ വരുന്ന വിരുന്നുകാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ജിങ്കലാല ഹോയ്സ ഹോയ്സ. ഗുഡ് മോർണിംഗ് റോയൽ കിങ്. എന്റെ പേര് കീക്കോ. ഇവരെല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. അത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരു ഗുഹ തേടി വന്നതായിരുന്നു. ഗുഹയോ? കാട്ടിൽ വന്നാൽ കാടിന്റെ നിയമങ്ങൾ പാലിച്ചേ മതിയാവൂ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. അയ്യോ, കാട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിങ്കലാല അയ്യോ അയ്യോ. ഒരു ഫൈറ്റിൽ നിങ്ങൾ ജയിച്ചാലേ നിങ്ങൾക്ക് ഗുഹയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. നോ റോയൽ കിങ്, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായും ഫൈറ്റ് ചെയ്തേ മതിയാവൂ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. ഞാൻ ആരുടെയും കൂടെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ ഫൈറ്റ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. അയ്യോ കിക്കോ, ഞാനിവിടെ ഉള്ളപ്പോ നീ ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടോ? കണ്ടില്ലേ ടെമ്പോ അണ്ണന്റെ പവറോ? ഒറ്റയടിക്ക് താഴെ വീണത് കണ്ടോ നിങ്ങള്? അടിച്ച് കൊല്ലവന്മാരെ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. നീ എല്ലാവരെയും തട്ടി തെറിപ്പിച്ചു അല്ലേ? ഇനി നീ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രാജാവിനോടാണ്. ഒരുപക്ഷെ നീ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ആ ഗുഹയിലേക്ക് ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. ജിങ്കലാല ഹോയ്സ ഹോയ്സ. ഗുഹ വരെ ചെല്ലണമെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. ഈ കിങ്ങിന്റെ അറ്റാക്ക് എല്ലാം ഭയങ്കര പവർഫുൾ ആണ്. ഒരല്പം മിസ്സായാലും ഞാൻ ചിഹ്നം ഭിന്നമായി ചിതറിപ്പോകും. എന്റെ ദൈവമേ, എന്നാ പിന്നെ സ്പീഡോയെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്ക്. വേണ്ട ഡോഡോ, ഇത് 1-to-1 ഫൈറ്റ് ആണ്. ഇതിൽ സൂപ്പർ സ്പീഡോയുടെ സഹായം ആവശ്യപ്പെടുന്നത് തെറ്റാണ്. പറയേ, തോറ്റൊന്ന് സമ്മതിക്കാണോ അതോ വീണ്ടും ഫൈറ്റ് ചെയ്യണോ? ഞാൻ തോറ്റു പിന്മാറുകയാണ്. ജിങ്കലാല ഹോയ്സ ഹോയ്സ. കീകോ 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 കീകോ. ഗുഹ തുറക്കട്ടെ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. ഈ ഗുഹയിലേക്ക് പോയവരാരും ജീവനോടെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ജിങ്കലാല ഹോയ്സ ഹോയ്സ. അകത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം നല്ലവണ്ണം ആലോചിക്കോ. ജിങ്കലാല ഹോയ്സ ഹോയ്സ. നിങ്ങളുടെ വാർണിംഗിന് താങ്ക്സ്. പക്ഷേ മേരങ്കിളിനെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. വരൂ. ഇവിടെ മൊത്തം ഭയങ്കര ഇരുട്ടാണല്ലോ. ഇനിയിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ഹലോ ബഡി കീക്കോ, എത്തിക്കഴിഞ്ഞു സ്പീഡോ. കുട്ടിക്കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണമോ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സൂപ്പർ സ്പീഡോ, ഇവിടെ മുഴുവനും ഭയങ്കര ഇരുട്ടാ. ഫോർമുല നമ്പർ 88. ഓക്കെ ബഡി കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 88. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ആ ശില്പങ്ങൾ ഇവിടെയുള്ള ബ്രിഡ്ജിന്റെ അടിയിലുണ്ടാവുന്ന തോന്നുന്നേ. കീക്കോ, ദാ അവിടെയുണ്ട് ബ്രിഡ്ജ്. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ചെന്ന് ശില്പങ്ങൾ എടുത്തോണ്ട് വരാം. ബ്ലാക്ക് കളറിലെ കല്ലുകൾ തൊട്ട ഉടൻ തന്നെ താഴേക്ക് വീഴാണ്. പക്ഷെ വെള്ളക്കല്ലുകൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ വളരെ സൂക്ഷിച്ച് വെള്ളക്കല്ലിൽ കാല് വെച്ച് പോണം. സൂപ്പർ സ്പീഡോ, ഈ ഗുഹ തകർന്നു വീഴുന്ന തോന്നുന്നേ. ഫോർമുല നമ്പർ 177 അപ്ലൈ ചെയ്യേ. സേഫ് ആയിട്ട് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോ. ഓൾറൈറ്റ് ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 177. ഫ്രാങ്കോ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് സാധിച്ചിരിക്കും. ദബടക് ദബടക് ദബടക്. മേരങ്കിളിനെ സേഫ് ആയിട്ട് ഞങ്ങൾക്ക് വിട്ടു തരുന്നതാ നല്ലത്. അയച്ചേക്കാം. എന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? ഞാൻ അയാളെ ഇവിടെയുള്ള കാട്ടിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കോസ്റ്റ്ലി ആയ ശില്പങ്ങൾ ഇതാ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും വേറൊരു നിധി കണ്ടെടുക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ആ മാപ്പ് ഞാൻ നിനക്ക് അയച്ചു തന്നേക്കാം. ആ നിധിയും കൂടി തെരഞ്ഞ് കണ്ടെടുത്തോണ്ട് വാ. എന്നിട്ട് നിന്റെ മേയറിനെ കൊണ്ടുപോയിക്കോ. ഫ്രാങ്കോ വിചാരിച്ചാൽ അത് സാധിച്ചിരിക്കും. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ദബടക് ദബടക് ദബടക്. നീ ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ബാഗിലുള്ള ശില്പങ്ങൾ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ ശില്പങ്ങൾ ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത്. മര്യാദയ്ക്ക് ആ ശില്പങ്ങൾ എനിക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഈ കാട്ടിലുള്ള മേയറെ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. ഞാൻ വിചാരിച്ചാൽ അതങ്ങ് സാധിക്കും. പെട്ടെന്ന് വരും, പെട്ടെന്ന് അങ്ങ് പോകും. ദബടക് ദബടക് ദബടക്. മേയർ അങ്കിളിനെ കണ്ടെത്താൻ ഒരു ഐഡിയ ഉണ്ട് കീക്കോ. ഒരു കാര്യം അറിയോ? ഒരു ദിവസം മേയർ അങ്കിള് കൊള്ളക്കാരെ എടുത്തിട്ട് അത്രയ്ക്കങ്ങ് അടിച്ചു. പന്തടി കളഞ്ഞു. ശില്പം അടിച്ചു മാറ്റുന്നവൻ മിഠായി കളനായി മാറി. സത്യാണോ ഡോഡോ? അല്ലാതെ പിന്നെ. ഞാൻ പറഞ്ഞത് കള്ളുവാണെങ്കില് മേയർ അങ്കിളുടെ തല്ലില് തേങ്ങ വന്ന് വീഴട്ടെ. മമ്മി രക്ഷിക്കണേ. മേയറങ്ങളുടെ വോയിസ് ദേ അവിടെന്നാ വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഉണ്ടാവും. സൂപ്പർ സ്പീഡോ, നീ ചെന്ന് മേരങ്കിളിനെ രക്ഷിക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കേ ബഡി. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കിക്കോ. എന്റെ കൈകൊണ്ട് തന്നെ നിന്റെ കഥ കഴിയാൻ പോവുകയാണ്. നീ ചെന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തേക്ക്. ഇവരെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചിട്ട് വന്നേക്കാം. ഫ്രാങ്കോയുടെ നാൻചാക്ക് അറ്റാക്ക് ഭയങ്കര പവർഫുൾ ആണല്ലോ.
ഇന്ന് പിടിച്ച കീക്കോ, ഇനി ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാം. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. ആ സിറ്റിന്ന് കാട്ടിലേക്ക് വന്ന് ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ ഞാൻ നിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. ഈ ശില്പങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായതാണ്. നിങ്ങൾ ഇത് ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്. കൊള്ളാം. ജിങ്കലാല ഹോയ്സ ഹോയ്സ. കിക്കോയും സൂപ്പർ സ്പീഡോയും ബെസ്റ്റ്. ഹോയ്സ ഹോയ്സ.